എയ്ഡഡ് സ്കൂൾ അധ്യാപക നിയമനത്തിലെ ഭിന്നശേഷി സംവരണത്തിൽ നിയമസഭയിൽ പ്രത്യേക പ്രസ്താവന നടത്തി സർക്കാർ. NSSന് അനുകൂലമായ വിധി മറ്റ് സമുദായ മാനേജ്മെന്റുകൾക്കും ബാധകമാക്കാൻ സുപ്രീം കോടതിയുടെ അനുമതി തേടിയെന്ന് മന്ത്രി വി ശിവൻകുട്ടി പറഞ്ഞു. ഓരോ ഗ്രൂപ്പ് ഓഫ് തസ്തികകളുടെയും കേഡർ സ്ട്രെങ്തനിന്റെ ആകെയുള്ള ഒഴിവുകളിൽ 4% കുറയാത്ത ഒഴിവുകളിൽ ഭിന്നശേഷിക്കാർക്ക് സംവരണം നൽകി നിയമനം നടത്തേണ്ടതായിട്ടുണ്ട്. പ്രസ്തുത ആക്ടിലെ നിർദ്ദേശങ്ങൾ അനുസരിച്ച് സംസ്ഥാനത്തെ സർക്കാർ സ്കൂളുകളിൽ ഭിന്നശേഷി വിഭാഗക്കാർക്ക് 96 ഫെബ്രുവരി മാസം 15 മുതൽ 3% സംവരണവും തുറന്ന് 2017 ഏപ്രിൽ 19 മുതൽ 4% സംവരണവും നൽകി PSC വഴി നിയമനം നടത്തിവരുന്നു. ഭിന്നശേഷി സംവരണ വിഷയത്തിൽ ചട്ടം 300 പ്രകാരം സർക്കാർ നിയമസഭയിൽ അവതരിപ്പിച്ച പ്രത്യേക പ്രമേയത്തിൽ പുതുതായി ഒന്നും പറയുന്നില്ല. പ്രശ്നത്തിന്റെ നാൾവഴികൾ, കേസിന്റെ വിശദാംശങ്ങൾ എന്നിവ മന്ത്രി വിശദീകരിച്ചു. സുപ്രീം കോടതിയിൽ മുതിർന്ന അഭിഭാഷകനെ ചുമതലപ്പെടുത്തിയിട്ടുണ്ട്. ഭിന്നശേഷി നിയമനത്തിനുള്ള തസ്തികകൾ മാറ്റിവെച്ചതിനാൽ മറ്റു തസ്തികകളിലെ നിയമനത്തിന് അംഗീകാരം നൽകുന്നു എന്നാണ് NSSനു ലഭിച്ച കോടതി വിധി. അത് മറ്റു മാനേജ്മെന്റുകൾക്കും ലഭ്യമാക്കണമെന്നാണ് സർക്കാർ നിലപാടെന്ന് മന്ത്രി. NSS നൽകിയ വിധി മറ്റുള്ളവർക്കും ബാധകമാക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഗവൺമെന്റ് തന്നെ മുകളിൽ പറഞ്ഞ സത്യവാങ്മൂലം സുപ്രീം കോടതിയിൽ ഫയൽ ചെയ്തു. പ്രസ്തുത സത്യവാങ്മൂലത്തിൽ ബഹുമാനപ്പെട്ട സുപ്രീം കോടതി പറഞ്ഞ സമിതി രൂപീകരണം ഉൾപ്പെടെയുള്ള എല്ലാ കാര്യങ്ങളും പൂർത്തിയാക്കിയ സാഹചര്യത്തിൽ ജനറൽ കാറ്റഗറിയിൽ നിയമിക്കപ്പെട്ട അധ്യാപകർക്ക് നിയമനാംഗീകാരത്തിന് അപ്രൂവൽ നൽകുന്നതിന് അനുവദിക്കണമെന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ട്. നായർ സർവീസ് സൊസൈറ്റിക്ക് നൽകിയിട്ടുള്ള ഉത്തരവ് ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയുടെ അനുമതിക്ക് വിധേയമായി സമാന സ്ഥിതിയുള്ള മറ്റ് മാനേജ്മെന്റുകൾക്കും ബാധകമാക്കുക എന്നതാണ് സർക്കാർ നയം. ഏപ്രിൽ 14 സുപ്രീം കോടതി ഹർജി പരിഗണിക്കുന്നത്. അനുകൂല നിലപാട് പ്രതീക്ഷിക്കുന്നുവെന്നും മന്ത്രി. നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ പശ്ചാത്തലത്തിൽ ക്രൈസ്തവ സഭകളെ ചേർത്തു നിർത്തുന്നതിനാണ് സർക്കാർ നീക്കമെന്നാണ് വിലയിരുത്തൽ. 24 തിരുവനന്തപുരം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.